മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ. കുറ്റം പറയണമെങ്കിൽ പക്ഷേ അവൻ കണ്ണു പൊട്ടനായിരിക്കും. നിക്കറൂരി അവൻ്റെ മുഖത്തിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. നല്ല ആവറേജ് സിനിമ തന്നെയാണ്. അത്രേ ഉള്ളൂ, കണ്ടിരിക്കാന്നേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ എനിക്ക് പറയാനില്ല. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. നല്ല ആവറേജ് സിനിമ തന്നെയാണ്. കുഴപ്പമില്ല, നല്ല നന്നായിരുന്നു പടം. യൂത്തായിട്ടല്ല, ഒരു ചെറിയൊരു കുടുംബ കഥ കണക്കി തന്നെ. ഇതിൻ്റെ യൂത്ത് കുഴപ്പമില്ല, ഫാമിലിക്കുള്ള തന്നെ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. മിസ്സായിട്ടില്ല, എന്നാലും ഒരു ചെറിയൊരു ജീവിത കഥ തന്നെ. കുടുംബത്തിൻ്റെ ചെറിയൊരു ജീവിത പാരാപ്തങ്ങളുള്ള ഒരു കഥ തന്നെ. പടം വളരെ നന്നായിരുന്നു. കുടുംബ പ്രേക്ഷകരെല്ലാവരും വന്ന് ഈ പടം കാണണം. കാര്യം ഇപ്പോൾ എല്ലാവരും നിവിൻ പോളി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് ഇഷ്ടമാണ് പുള്ളീനെ. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും വരും. ഇന്ദ്രിയത്തിന് എന്താ കുഴപ്പം? നല്ലൊരു മനുഷ്യനാണ്, വളരെ ജാടയില്ലാത്തൊരു പുള്ളിയാണ്. പുള്ളിയുടെ പടം നമ്മളെ പിടിച്ചിരുത്തും. അതായത് നല്ല കോമഡി കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വേറെ ലെവലാണ്. ആ ഒരു മെസ്സേജ് ഈ പടത്തിനുണ്ട്. പിന്നെ നല്ലൊരു ഫാമിലിയാണ് പടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും വന്ന് കാണുന്ന ഫാമിലി ആയിട്ടുള്ളൊരു മൂവിയാണ്. നമ്മൾ ഈ നേരത്തെ ഇറങ്ങിയ നടികരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം സൂപ്പറായിരുന്നു. പിന്നെ എല്ലാ ഫിലിമിലും ഓരോ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ സിനിമയിലെ സൂപ്പർ ഹിറ്റ് സോങ്ങുകളാണ്. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ സൂപ്പറായിരുന്നു കേട്ടോ. അത് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ പുള്ളിക്ക് ഒരു സിനിമയിൽ പുള്ളി വിവാഹിതനാണ്. പുള്ളിയുടെ അനിയനും വേറൊരു ലേഡീനെ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ അതിൽ പുള്ളിയുടെ നല്ലൊരു ഫാമിലിയാണ്. അതിൽ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറയുന്നത് പുള്ളിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം, സിനിമയിൽ പോകണമെന്നുള്ള. പുള്ളി സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിങ്ങനെ കയറി വന്ന് പിന്നെ പുള്ളിക്ക് അവസാനം ഒരു സിനിമ കിട്ടുന്നു. ലാസ്റ്റ് അത് തിയേറ്ററിൽ വരുന്നു, സീരിയൽ ചെയ്യുന്നവരെ പയ്യനായിട്ടിരുന്ന് കാണുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. എന്നാലും ബേസിക്കലി കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം. മെസ്സേജ് എന്ന് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂത്ത് തലമുറകൾക്ക് അവരുടെ കല്യാണമൊക്കെ എങ്ങനെ അവർ സ്നേഹിച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും. അതായത് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കാണും. ഒരു അത്യാവശ്യം ഓൺലൈൻ പ്രോഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ അവർ അങ്ങനെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു. അതങ്ങനെ എടുത്ത് പോകുമ്പം ബാക്കിയുള്ളവർ കാണുമ്പോഴത്തേക്കും അവരുടെ ജീവിതം ഭയങ്കര വലുതായിരിക്കും. ചിലപ്പോൾ വണ്ടിക്ക് ഫിനാൻസ് കാണും, ഫ്ലാറ്റിന് കൊടുക്കണം, ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മൾ വെള്ളത്തിന് കൊടുക്കണം, കറണ്ടിന് കൊടുക്കണം, സെക്യൂരിറ്റി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അസോസിയേഷനിൽ എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള നല്ലൊരു മെസ്സേജ് ഈ മൂവി നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെപ്പോലെ പാവപ്പെട്ടവർ തന്നെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവർക്കും കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ട്. അത് ഈ ഒരു മൂവി പറയുന്നുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. കുടുംബ പ്രേക്ഷകരെല്ലാവരും വന്ന് ഈ പടം കാണണം. എന്തായാലും ഇഷ്ടപ്പെടും. കുറ്റം പറയാനായിട്ട് വേറൊരു സംഭവമൊന്നുമില്ല പടത്തിൽ. ഇതിനെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നിക്കറൂരി അവൻ്റെ മുഖത്തിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. കാര്യം അത്രയും നല്ല പടമായിരുന്നു. കുറ്റം പറയാനായിട്ടില്ല. കുറ്റം പറയണമെങ്കിൽ പക്ഷേ അവൻ കണ്ണു പൊട്ടനായിരിക്കും. അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല മൂവിയായിരുന്നു.